But പത്താമത്തെ ചാപ്റ്റർ വരെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതിലുള്ളവർക്ക് ആകെ 3 ആൾക്കാരേ ഉള്ളൂ. മനസ്സിലായിരിക്കണോ? പത്താമത്തെ ചാപ്റ്റർ വരെ, 10th ചാപ്റ്റർ വരെ അതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും? ഡൗട്ട് ഉണ്ട്, ക്ലിയർ ചെയ്ത് പോണേ. ലാസ്റ്റില് 4 ക്ലാസ്സും റിവിഷൻ ആയിരുന്നു അല്ലേ? ആ ആ ആ ഫസ്റ്റ് മുതൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ ആ ഓക്കെ, ഫസ്റ്റ് മുതൽ നോക്കണം. ആ ഫസ്റ്റ് മുതലുള്ളത് ഇപ്പൊ 10th ചാപ്റ്റർ വരെ ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ റിവിഷൻ ആയിന്. കഴിഞ്ഞ ക്ലാസ് വരെ അല്ല. ഇത് ചെയ്യുന്നത് നല്ലതാട്ടോ, കാരണം നമ്മളെ മൈൻഡില് ഒന്നുകൂടി പതിയും. ആ ആ എന്നാ 11th ചാപ്റ്റർ നോക്കല്ലേ? 11th ചാപ്റ്റർ ഇതുവരെ ഉള്ളതിന്റെ ഒരു റിവിഷൻ ആണ്. ഇതില് പഠിച്ച എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ ടെക്സ്റ്റ് വായിക്കൂട്ടോ. അപ്പൊ നിങ്ങൾ ഓരോന്ന് പറഞ്ഞു ഇത് ഇതിന്റെ എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം. അപ്പൊ ഇതില് പഠിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഫീഹി. ഫീഹി പറഞ്ഞാൽ അതില്. ഫീഹി അതിൽ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇൻ ഇറ്റ്. അതെന്താണ്? അത് പുല്ലിംഗമാണ്. അതിന്റെ സ്ത്രീലിംഗാണ് എന്ത്? ഫീഹ. അതായത് ഒരു സാധനം അതിലുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഫീഹി എന്ന് ഉപയോഗിക്കുക. ഫീഹി അതായത് ഒരു പുല്ലിംഗ അതായത് മസ്കുലിൻ ആയിട്ടുള്ള ഒരു സാധനത്തെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫീഹി ഉപയോഗിക്കുക. ഫീഹ എന്നുള്ളത് ഒരു ഫെമിനിൻ, ഒരു സ്ത്രീലിംഗമായിട്ടുള്ള കാര്യത്തെ അതിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുക ഫീഹ എന്നുള്ളത്. അപ്പൊ ഫീഹി എന്നുള്ളത് അതിലുണ്ട്, ഇൻ ഇറ്റ് എന്നാണ് അർത്ഥം. ഫീഹി എന്നുള്ളത് മസ്കുലിന്റെ കൂടെ, പുല്ലിംഗത്തിന്റെ കൂടെയും, ഫീഹ എന്നുള്ളത് ഫെമിനിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. ഫീഹ സ്ത്രീലിംഗത്തിന്റെ കൂടെ. അതാണ് ഇവിടെ നോക്കി, ഹാദാ ബൈത്തി. ഹാദാ ബൈത്തി പറഞ്ഞ ഇത് എന്റെ വീടാകുന്നു. ബൈത്തി എന്റെ വീട്. അപ്പൊ ഇവിടെ ഇനി പറയും ഹാദാ ബൈത്തി പറഞ്ഞാൽ ഇത് എന്റെ വീട്. ഇനി ആ വീടിനെ പറ്റിയിട്ടാണ് അങ്ങോട്ട് പറയുന്നത്. അപ്പൊ ബൈത്ത് എന്നുള്ള സാധനം എന്താണ്? മസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ? ബൈത്ത് എന്നുള്ളത് ഫെമിനിൻ ആണോ മസ്കുലിൻ ആണോ? മൈക്ക് ഓൺ. മസ്കുലിൻ ആണ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ളത് നോക്കണം. ഹാദാ ബൈത്തി പറഞ്ഞാല് ഇത് എന്റെ വീട്. ബൈത്ത് എന്നുള്ളത് എന്താണ്? മസ്കുലിൻ ആണ്. അപ്പൊ ഇനി ബൈത്തിനെ പറ്റിയിട്ടാണ് അങ്ങോട്ട് പറയുന്നത്. ബൈത്തി എന്റെ വീട്, അമാമൽ മസ്ജിദി പള്ളിയുടെ ഫ്രണ്ടിലാണ് എന്റെ വീട്. ബൈത്തി എന്റെ വീട്, ജമീലുൻ ഭംഗിയുള്ളതാകുന്നു. ഫീഹി അതിലുണ്ട്. അപ്പൊ ഇവിടെ ഫീഹി എന്ന് എന്തുകൊണ്ടാ ഉപയോഗിച്ചത്? ഫീഹി ഏതിലുണ്ടെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്? ഫീഹി ബൈത്തിലാണ്. അപ്പൊ ബൈത്ത് എന്നുള്ളത് എന്താണ്? ഒരു മസ്കുലിൻ ആയതുകൊണ്ടാണ് ഇവിടെ ഫീഹി എന്ന് ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ എന്താണ്? ബൈത്ത് എന്നുള്ളതിന് ബൈത്തില് വീട്ടിലുണ്ടെന്നാ പറയണത്. ഫീഹി പറഞ്ഞ അതിലുണ്ട് പറയണത്. അതിലെന്നാ ഉദ്ദേശിക്കുന്നത് ഈ പ്രോനോൺ ഏതിലേക്ക് മടങ്ങുന്നത്? ഏതിനാണ് ഈ പ്രോനോൺ, ഈ സർവനാമം സൂചിപ്പിക്കുന്നത്? ബൈത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഫീഹി എന്ന് പറഞ്ഞാൽ അതിലുണ്ട്. ഏതില്? വീട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഫീഹി എന്ന് കൊടുത്തത്. ഫീഹി അതിലുണ്ട്, ഹദീഖത്തുൻ പൂന്തോട്ടം, സ്വഈറത്തുൻ ചെറിയ പൂന്തോട്ടമുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഹദീഖത്തു എന്നുള്ളത് എന്താണ്? ഒരു ഫെമിനിൻ ആണ്. സ്വഈറത്തു എന്നുള്ളത് ഫെമിനിൻ. അപ്പൊ ഇവിടെ ഫീഹ എന്നല്ല വേണ്ടത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കുമ്പോ ആലോചിക്കണം, ഈ അതിലുണ്ട് എന്ന് പറയുന്നത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഫീഹി എന്നുള്ളതിന്റെ ആ സർവനാമ പ്രോനോണെ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് നോക്കാം, ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്തുകൊണ്ടാണ് ഫീഹി എന്ന് ഉപയോഗിച്ചതെന്ന്. ഇനി അടുത്തത്, ഒരു മിനിറ്റ്. ഹാദിഹി ഉർഫത്തി. ഹാദിഹി പറഞ്ഞാൽ ഇത്, ഉർഫത്തി എന്റെ റൂമാകുന്നു. ഉർഫത്ത് പറഞ്ഞ റൂം, എന്റെ റൂമാകുന്നു. അപ്പൊ ഉർഫത്ത് എന്നുള്ളത് മസ്കുലിൻ ആണോ അല്ലെങ്കിൽ ഫെമിനിൻ ആണോ? സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ? ഫെമിനിൻ. ഫെമിനിൻ ആണ്, സ്ത്രീലിംഗാണ്. അപ്പൊ അതെന്താണ്? ഇനി ഉർഫത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഫീഹ അതിലുണ്ട്. എന്ത്? ഇവിടെ ഫീഹ ഏതിലുണ്ടെന്നാ ഇവിടെ പറയുന്നത്? ഫീഹ ഈ സർവനാമം ഏതിലേക്കാണ് മടങ്ങുന്നത്? ഏതിനാണ് പറയുന്നത് ഈ സർവനാമം? റൂമിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്.
ആദിഹി ഗുർഫത്ത് ഉറുഫത്ത് പറഞ്ഞ ഇത് എന്റെ റൂമാകുന്നു. ഫീഹ അതിലുണ്ട്, ഏതിലുണ്ട്? റൂമിലുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ റൂം എന്നുള്ളത് ഫെമിനിൻ ആയതുകൊണ്ട് എന്ത് ചെയ്ത് ഇവിടെ ഫീഹ എന്ന് വന്ന് അതിലുണ്ട്, ഏതില്? റൂമിലുണ്ട്. അപ്പൊ ഫീഹി, ഫീഹന്റെ ഉപയോഗം അങ്ങനെയാണ്. അത് മനസ്സിലായോ? ഓക്കെ. ആ ഇനി അടുത്തത് ഉഹിബു. ഉഹിബു പറഞ്ഞാല് ഞാൻ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇംഗ്ലീഷിൽ പറയുമ്പോ ഐ ലവ്, ഐ ഇഷ്ടപ്പെടുന്നു. ലൈക്ക്. ഉഹിബു. ഉഹിബു എന്നുള്ളത് എന്താണ്? ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ എന്തൊക്കെ വരുന്നുണ്ട്? നമ്മള് അറബി ഗ്രാമർ ആയിട്ട് പറയുമ്പോ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? എന്തൊക്കെ ക്രിയ, വരുന്നുണ്ട്? ക്രിയ വരുന്നുണ്ട്, പിന്നെ വെർബ് വരുന്നുണ്ട്, സബ്ജക്റ്റ്, പിന്നെ സബ്ജക്റ്റ് കർത്താവ്. വരുന്നുണ്ട്. കർത്താവും ക്രിയയും വരുന്നുണ്ട്, അഥവാ വെർബും സബ്ജക്റ്റും എന്തിലായി വരുന്നുണ്ട്. അതായത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എന്താണ്? ഒരു വെർബാണ്. അത് വെർബ്. ആരാണ് വെർബാണ്. ഇഷ്ടപ്പെടുന്നത്? ആരാണ് ഇഷ്ടപ്പെടുന്നത്? ഞാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതിൽ തന്നെ വന്നിട്ടുണ്ട് ഉഹിബു എന്നുള്ളതിൽ തന്നെ എന്ത് വന്ന്? വെർബും വന്ന്, സബ്ജക്റ്റ് വന്ന്, അഥവാ ക്രിയയും വന്ന്, കർത്താവും വന്ന്. അപ്പൊ എന്താണ്? ആ ഉഹിബു എന്നുള്ള ക്രിയയിൽ തന്നെ എന്തുണ്ട്? ഞാൻ എന്നുള്ള സബ്ജക്റ്റ് എന്തുണ്ട്? ആ ഉഹിബു എന്നുള്ള ക്രിയയിലുണ്ട്. ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇനി ഉഹിബുക്ക് ശേഷം വരുന്നത് എന്തായിരിക്കും? ഉഹിബു എന്നുള്ള ക്രിയയിൽ എന്തുണ്ട്? വെർബും ഉണ്ട്, സബ്ജക്റ്റും ഉണ്ട്, ക്രിയയും ഉണ്ട്, കർത്താവും ഉണ്ട്. അപ്പൊ ഇനി അടുത്തത് വരുന്നത് എന്തായിരിക്കും? ഞാൻ എന്തിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് അടുത്തത് എന്തായിരിക്കും വരാം? കർമ്മം. കർമ്മം, ഒബ്ജക്റ്റ് ആണ് ഉണ്ടാവുക. അതായത് ഉഹിബു എന്നുള്ള ക്രിയയില് ആ ക്രിയയിൽ തന്നെ എന്ത് വന്ന്? ക്രിയയും വന്ന്, കർത്താവും വന്ന്, അഥവാ വെർബും സബ്ജക്റ്റും വന്ന്. അപ്പൊ ഇനി ഞാൻ എന്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്? അതിന് എന്തായിട്ടാണ് വരാ അടുത്തത്? അത് നിങ്ങൾ പറഞ്ഞ മാതിരി ഒബ്ജക്റ്റ് അഥവാ കർമ്മം. കർമ്മത്തിന്റെ അടയാളം എന്തായിരിക്കും? കർമ്മം, കർമ്മത്തിന്റെ അടയാളം എന്തായിരിക്കും? ഫത്തഹ്, ഫത്തഹ്. അപ്പൊ ഫത്തഹ്. ഞാന് ഫത്തഹ്. അപ്പൊ ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് എന്താ പറയാ? അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ഉഹിബു അല്ലാഹ്, ഉഹിബുല്ലാഹ. ഉഹിബുല്ലാഹ എന്നാണ് പറയുന്നത്. നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. ഉഹിബു എന്നുള്ളത് ക്രിയ ആണ്. ഞാൻ ഇതിന് ശേഷം എന്താണ് വരുന്നത്? കർത്താവ് വരുന്നത് വിചാരിച്ചിട്ട് ഉഹിബുല്ലാഹു എന്ന് പറയരുത്. ഉഹിബു എന്നുള്ളതിൽ തന്നെ എന്ത് വന്നിക്കണേ? ക്രിയയും കർത്താവും വന്നിക്കണേ. അപ്പൊ അതിന് ശേഷം വരുന്നത് എന്തായിരിക്കും? അതിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും, അഥവാ കർമ്മമായിരിക്കും. അപ്പൊ കർമ്മത്തിന്റെ അടയാളം എന്താണ്? ഫത്തഹാണ്. ഉഹിബുല്ലാഹ ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ഇവിടെ സെന്റൻസിൽ നമുക്ക് നോക്കാം. അന ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ അബി വ ഉമ്മി എന്നാണ്. അബി എന്റെ ഉപ്പനെയും, വ ഉമ്മി എന്റെ ഉമ്മനെയും, വ ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ത്? അഹി എന്റെ സഹോദരനെയും, വ ഉഖ്തി എന്റെ സഹോദരിയെയും. ഇവിടെ ലാസ്റ്റിലേക്ക് ഉണ്ട്. അതാ അവിടെ നിന്ന് നോക്കി. ഉഹിബു അബി വ ഉമ്മി, ഉഹിബു അഹി വ ഹുത്തി. അത് നേരത്തെ പറഞ്ഞേ. ഉഹിബു ജമീലി. ഇവിടെ എന്തുണ്ടാവില്ല? അടുത്തത് ഈ ഫത്തഹത്ത് എന്തായില്ല? അതായത് നമുക്ക് പ്രകടമായിട്ട് കാണാമെങ്കിൽ എപ്പോഴാകുമ്പോ ഫസ്റ്റ് പേഴ്സൺ അഥവാ മുത്തക്കല്ലിമിന്റെ ഒരു ആ ഒബ്ജക്റ്റിനോട് ചേർന്ന് വരുമ്പോ എന്ത് മനസ്സിലാവില്ല? ആ ഫത്തഹത്തിന്റെ അടയാളം പ്രകടമായിട്ട് കാണൂല. ഇവിടെ എന്താണ്? ഉഹിബു ഞാൻ സ്നേഹിക്കുന്നു, അബി എന്റെ ഉപ്പനെ. അപ്പൊ ഇവിടെ ഫത്തഹത്ത് പ്രകടമായിട്ട് കാണുന്നുണ്ടോ? അബി എന്നുള്ളതിൽ ഫത്തഹത്ത് ഉണ്ടോ? ഇല്ല. ഇല്ല. കാരണം എന്താണ്? ഇവിടെ എന്താണ്? ഇയാളുടെ അതായത് അത് ഫസ്റ്റ് പേഴ്സന്റെ മുത്തക്കല്ലിമിന്റെ വന്നിട്ട് മുത്തക്കല്ലിമിന്റെ പറഞ്ഞാൽ എന്റെ എന്ന് പറയുന്നത്, അതായത് അന, അതൊക്കെയാണ് എന്ത്? മുത്തക്കല്ലിമിന്റേത്. അപ്പൊ എന്താണ്? ഇവിടെ ഫസ്റ്റ് പേഴ്സന്റെ എന്ത് വന്നിക്കണേ? വന്നിക്കണേ, മുത്തക്കല്ലിമിന്റെ അപ്പൊ ഈ മുത്തക്കല്ലിമിന്റെ വരുമ്പോ എന്ത് കാണൂല? ഫത്തഹത്ത് പ്രകടമായിട്ട് കാണൂല. അതാണ് ഉഹിബു. ഉഹിബു പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നു. അടുത്തത് എന്താ വരുന്നത്? അടുത്ത ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിന്റെ അടയാളം എന്താ വേണ്ടത്? ഫത്തഹത്താണ്. പക്ഷെ ഇവിടെ മുത്തക്കല്ലിമിന്റെ വന്നത് കൊണ്ട് എന്തായില്ല? ഫത്തഹത്ത് പ്രകടമായി കാണൂല. അതാണ് ഉഹിബു അബി വ ഉമ്മി എന്റെ ഉപ്പനെയും ഉമ്മേനെയും ഞാൻ സ്നേഹിക്കുന്നു. ഉഹിബു മുത്തക്കല്ലിമിന്റെ പറയുമ്പോ എന്റെ എന്നുള്ള അർത്ഥാട്ടോ. എന്റെ സഹോദരൻ, എന്റെ സഹോദരി, എന്റെ ഉപ്പ, എന്റെ ഉമ്മ. അപ്പൊ ഇവിടെ ഉഹിബു ഞാൻ സ്നേഹിക്കുന്നു, അഹി എന്റെ സഹോദരന്. അപ്പൊ ഇവിടെ അഹി എന്ന് പറയുമ്പോ എന്റെ സഹോദരന് മുത്തക്കല്ലിമിന്റെ വന്നു. അപ്പൊ അവിടെ എന്ത് കാണൂല? ഫത്തഹത്ത് പ്രകടമായി കാണൂല. അതേപോലെ തന്നെ ഉഹിബു സെമീലി ഞാൻ എന്റെ കൊളീക്കിനെ സ്നേഹിക്കുന്നു. ഉഹിബു ഉസ്താദി ഞാൻ എന്റെ
അധ്യാപകനെ സ്നേഹിക്കുന്നു. അപ്പൊ ഇവിടെ ഒന്നും എന്തില്ല, ഫത്ഹത്ത് പ്രകടമായിട്ട് കാണുന്നില്ല. കാരണം എന്താണ്, ഇവിടെ മുത്തകല്ലിമിന്റെ യാ വന്നിക്കണം, അഥവാ ഫസ്റ്റ് പേഴ്സന്റെ യാ വന്ന്. അടുത്ത നോക്കി അഞ്ചാമത്തെ, ഉഹിബുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ഉഹിബു, ഞാൻ സ്നേഹിക്കുന്നു. ആ ക്രിയയിൽ എന്ത് വന്ന്, ക്രിയയും കർത്താവും വന്ന്, അഥവാ വെർബും സബ്ജക്റ്റും വന്ന്. അപ്പൊ അതിന് ശേഷമുള്ളത് എന്തായിരിക്കും, ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റും ഇവിടെ ഫത്ഹത്ത് പ്രകടമായിട്ട് കാണാം. ഉഹിബുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അടുത്തത് ഉഹിബു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹിബു, ഞാൻ സ്നേഹിക്കുന്നു. ആ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒബ്ജക്റ്റ് ആയി വന്ന ഒബ്ജക്റ്റിന്റെ അടയാളം ഫത്ഹത്ത് പ്രകടമായിട്ട് കാണാം. അടുത്തത് ഉഹിബു, ഇത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞുതരാം. ഉഹിബു, ഞാൻ സ്നേഹിക്കുന്നു അൽ ലുഅത്തൽ അറബിയ്യത. ഇവിടെ ലുഅത്ത എന്നുള്ളത് എന്താണ്, ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആയതുകൊണ്ട് എന്ത് വന്ന്, ഫത്ഹത്ത് വന്ന്. ഉഹിബു, ഞാൻ സ്നേഹിക്കുന്ന അൽ ലുഅത്ത, ഭാഷയെ. അറബിയത്തിന് ഫത്ഹത്ത് വരാൻ കാരണം എന്താണ്, അൽ അറബിയ്യത ഫത്ഹത്ത് വരാൻ കാരണം എന്താ? ഫത്ഹത്ത് അറബിയത്ത് നേരത്തെ. നേരത്തെ ആയതുകൊണ്ട്, നഅത്തും നേരത്തെ ആയതുകൊണ്ടാണ് എന്ത് വന്നത്, ലുഅത്തിന് ഫത്ഹത്ത് വരാൻ കാരണം എന്താണ്, ഇത് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് എന്ത് വന്നത്, ഫത്ഹത്ത് വന്നത്. അറബിയക്ക് ഫത്ഹത്ത് വരാൻ കാരണം എന്താണ്, ഈ ലുഅത്തിന്റെ നഅത്ത് അഥവാ നാമവിശേഷനാണ് എന്ത്, അറബിയ എന്നുള്ളത്. നഅത്തും മൻഊത്തും 4 കാര്യങ്ങളിൽ യോജിച്ച് വരണം. ഇതെന്ത് ചെയ്തിട്ടുണ്ട്, 4 കാര്യങ്ങളിൽ യോജിച്ച് വന്നിട്ടാണ്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാ കേട്ടോ, മറന്നു പോകരുത്. ലുഅത്തിന്റെ നഅത്ത് അഥവാ നാമവിശേഷനാണ് എന്ത്, അൽ അറബിയ എന്നുള്ളത്. അപ്പൊ എന്താണ്, ഏത് ഭാഷ, എങ്ങനത്തെ ഭാഷയെ സ്നേഹിക്കുന്നത്, അൽ അറബി. അറബി ഭാഷയെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പൊ ഭാഷ എന്നുള്ളതിന്റെ വിശേഷനാണ് എന്ത്, അൽ അറബിയ എന്നുള്ളത്. അപ്പൊ ലുഅത്തിന് അല്ല് വന്നപ്പോ അറബിയക്കും അല്ല് വന്ന്. ലുഅത്തിന്റെ അടയാളം ഫത്ഹത്ത് ആയതുകൊണ്ട് അറബിയക്കും ഫത്ഹത്ത് വന്ന്. ലുഅത്ത് ഫെമിൻ ആയതുകൊണ്ട് അൽ അറബിയയും ഫെമിനായി. ഇത് മുഫ്രദ് ആയതുകൊണ്ട് ഇതും മുഫ്രദായി. അപ്പൊ എന്ത് ചെയ്തിട്ട് 4 കാര്യങ്ങളിൽ യോജിച്ച് വരും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയാണ് കേട്ടോ ഇത് കാണുമ്പോ. ഇനി അടുത്തത് ഞാൻ ഓരോന്ന് അതായത് നേരത്തെ വരുമ്പോ അതിന്റെ ഒബ്ജക്റ്റിനോട് അതേപോലെ തന്നെ അത് ആയി ഒബ്ജക്റ്റ് അല്ല, മാറും. അതായത് ഇവിടെ ഈ മൻഊത്ത് എന്തുമായിട്ട് വരാം. വിശേഷം. അതായത് ഒബ്ജക്റ്റ് എന്നല്ല, ഇവിടെ ഇപ്പൊ ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ മൻഊത്ത് എന്നുള്ളത് എപ്പോഴും ഒബ്ജക്റ്റ് ആയി വരണമെന്നില്ല. ചിലപ്പോ അത് എന്തായിട്ട് വരാം, പലതുമായിട്ട് വരാം. ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടാ വന്നത്, അതുകൊണ്ട് ഒബ്ജക്റ്റിന്റെ അതേപോലെ തന്നെ അതിന്റെ നഅത്ത് നാമവിശേഷം വന്ന്. ചിലപ്പോ ഇത് വേറെ എന്തെങ്കിലും ആവാം, അപ്പൊ അതിന്റെ അതേ സെയിം തന്നെ വരണോ. അതായത് നേരത്തെ മൻഊത്ത് ശ്രദ്ധിക്കേണ്ടത് 4 കാര്യങ്ങളിൽ യോജിക്കണം എന്നാണ്. അതൊന്ന് ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ്, അല്ലുണ്ടെങ്കിൽ അല്ല് വേണം, അല്ലില്ലെങ്കിൽ അല്ല് പറ്റൂല. പിന്നെ അവസാനത്തെ അടയാളം സെയിം ആയിരിക്കണം. മുഅന്നസാണ് മുഅന്നസ് ആയിരിക്കണം. സ്ത്രീലിംഗാണ് സ്ത്രീലിംഗം ആയിരിക്കണം. പുല്ലിംഗാണ് പുല്ലിംഗം ആയിരിക്കണം. പിന്നെന്താണ്, നമ്പറിൽ യോജിച്ച് വരണം. അതായത് ഏകവചനാണെങ്കിൽ ഏകവചനായിരിക്കണം, ബഹുവചനാണെങ്കിൽ ബഹുവചനായിരിക്കണം. ഈ 4 കാര്യങ്ങൾ യോജിച്ച് വരണം. അത് ഒബ്ജക്റ്റ് തന്നെ ആവണമെന്നില്ല, അതിന്റെ മൻഊത്ത് ഒബ്ജക്റ്റ് തന്നെ ആവണമെന്നില്ല. ചിലപ്പോ അത് മാറി മാറി വരും. ഓക്കെ, അപ്പൊ എല്ലാ നാമവിശേഷണത്തിനും ഈ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. അതായത് നമ്മൾ ഈ നാമോ നാമവിശേഷണോ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ ഈ 4 കാര്യത്തിൽ ഒരുപോലെ ആയിരിക്കണം. ഇനി ഞാൻ ചോദിക്കാട്ടോ, ഹാദാ ബൈത്തി, ഇത് എന്റെ വീടാകുന്നു. അപ്പൊ ഇതെന്താണ്, ഈ സെന്റൻസ് എന്താണ്, ഒന്ന് പറഞ്ഞോളി ആരെങ്കിലും. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്, അതാണ് ഞാൻ റിവിഷൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഹാദാ ബൈത്തി, ഇത് എന്റെ വീടാകുന്നു. പറഞ്ഞോളി, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ഹാദാ എന്നുള്ളത് എന്താണ്, മുബത്തദ്. മുബത്തദ് അഥവാ ഒരു സെന്റൻസിന്റെ ബിഗിനിങ് പാർട്ട് ആണ് മുബത്തദ്. ബൈത്തി എന്നുള്ളത് ഖബർ. ഖബറിയ, മുബത്തദന്റെ അതായത് ബിഗിനിങ് ഫസ്റ്റ് പാർട്ടിന്റെ ഇൻഫോർമേഷൻ. ഹാദ പറഞ്ഞാൽ ഇതാണ്, ഇതെന്താണ്, അത് കംപ്ലീറ്റ് അല്ല. അപ്പൊ അതിന്റെ ഇൻഫോർമേഷൻ ആണ് എന്ത്, ബൈത്തി എന്നുള്ളത്, ഇതെന്റെ വീടാകുന്നു. അപ്പൊ അതുപോലെ പറയുന്നു കേട്ടോ, ബൈത്തി അമാമൽ മസ്ജിദി, ബൈത്തി എന്റെ വീട്, അമാമൽ മസ്ജിദി പള്ളിയുടെ മുമ്പിലാകുന്നു എന്റെ വീട്. അപ്പൊ ഇവിടെ മസ്ജിദിന് കസ്റ് വരാൻ കാരണം എന്താ, അമാമ വന്നതുകൊണ്ട് അമാമ വന്നതുകൊണ്ട് എന്തുകൊണ്ടാ കസ്റായത്,
ഒരു കാരണം ഇല്ലേ? ഇലാഫത്തായതുകൊണ്ട്. ഇലാഫത്ത് ആയതുകൊണ്ട് അമാമ, ഖൽഫ, കബില, ബാദൊക്കെ എന്താണ് ഇലാഫത്താണ്. അപ്പൊ അതിന് ശേഷം വരുന്ന ഇസ്മിന് എന്തായിരിക്കണം? കസ്റായിരിക്കണം. എന്റെ വീട് എവിടാണ്? പള്ളിയുടെ മുമ്പിലാകുന്നു. പിന്നെ ബൈത്തി ജമീലുൻ. ബൈത്തി ജമീലുൻ. ബൈത്തി അപ്പൊ അവിടെ എന്താണ്? നേരത്തല്ലേ നേരത്തെ നോ നോ നോ. അല്ല. അതും മുബത്തദും ഖബർ. മുബത്തദും ഖബറും അല്ലേ? അതെന്തുകൊണ്ട് മുബത്തദും ഖബറും ആയി? ശരിയാണ്, മുബത്തദും ഖബറും ആണ്. അപ്പൊ അതെങ്ങനെ മുബത്തദായിന്? ആ മുബത്തദയിന് അല്ല് വേണമെന്ന് പറഞ്ഞില്ലേ? മുബത്തദയിന് ഇവിടെ ബൈത്തിന് അല്ലില്ലല്ലോ. കാരണം എന്താണ്? മുബത്തദയിന് അല്ല് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഇവിടെ ബൈത്തിന് അല്ലില്ല. കാരണം എന്താണ്? കാരണം ഈ അവിടെ എന്താ മുത്തക്കല്ലിമിന്റെ യാ ചേർന്ന് വന്നിക്കണ് എന്റെ വീട് എന്നുള്ളതിന്. അപ്പൊ അവിടെ അല്ലെന്ന് ഉപയോഗിക്കുന്ന എന്തിനാ? അത് ആ സെന്റൻസ്, ആ വേർഡ് എന്ത് ചെയ്യാനാണ്? ഡെഫിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ എന്റെ വീട് പറയുമ്പോൾ അത് ഡെഫിനിറ്റ് ആയില്ലേ? ഹായ്. അപ്പൊ അതിനോട് അവിടെ അല്ലിന്റെ ആവശ്യമുണ്ടോ? ഈ മുത്തക്കല്ലിമിന്റെ യാ പറഞ്ഞിട്ടാണെങ്കിൽ ഫസ്റ്റ് ഇല്ല. പേഴ്സണ് അഥവാ എന്റേത് പറയാം. അപ്പൊ അവിടെ എന്താ? ഡെഫിനിറ്റ് ആയി. അപ്പൊ അവിടെ അല്ലിന്റെ ആവശ്യമില്ല. ബൈത്തി പറയുമ്പോ എന്റെ വീട്, അത് അവിടെ ഇതായി. അവിടെ ഇനി അല്ലിന്റെ ആവശ്യമില്ല. അപ്പൊ ബൈത്തി എന്നുള്ളത് എന്താണ്? മുബത്തദവും അതിന്റെ ഖബറാണ് Definite ആണ്. ജമീലും. പിന്നെ ശ്രദ്ധിക്കുന്നത് ബൈത്തി അമാമൽ മസ്ജിദി എന്നില്ലേ? അതിന്റെ എന്താണ്? അത് പറഞ്ഞില്ലല്ലോ. ബൈത്തി അമാമൽ മസ്ജിദി. ഇത് നിങ്ങൾക്ക് ഇല്ലേ? ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ മനസ്സിലാക്കണം അറിയാൻ വേണ്ടിട്ട്. എടുത്തതാണ്, പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ എന്നാലും ജസ്റ്റ് ചോദിക്കാണ്. ബൈത്തി അമാമൽ മസ്ജിദി. എന്റെ വീട് പള്ളിയുടെ മുമ്പിലാകുന്നു. ബൈത്തി മുബത്തദ. അമാമൽ മസ്ജിദി ഖബർ. അഹ്സൻത്. എന്താണ്? ബൈത്തി എന്നുള്ളത് എന്താണ്? മുബത്തദാണ്. അതിന്റെ ഖബറാണ് എന്ത്? അമാമൽ മസ്ജിദ് എന്നുള്ള സെന്റൻസ് ആണ് എന്ത്? അതിന്റെ സെന്റൻസ് അല്ല ഖബർ. നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ പഠിക്കാൻ ഞാൻ ജസ്റ്റ് ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഫീഹി അദീഖത്ത്. നിങ്ങളൊന്ന് വായിക്കണേ, വായിച്ചോളി ഒരാൾ. അടുത്ത സെന്റൻസ് പെട്ടെന്ന് വായിക്കണേ. ഇഷാ DS വായിച്ചോളി. ഫീഹി ഹദീഖത്തുൻ സ്വഗീറത്തുൻ. അതിലുണ്ട് എന്ത്? ഏതിലുണ്ട്? വീട്ടിലുണ്ട് പൂന്തോട്ടം. എങ്ങനത്തെ പൂന്തോട്ടം? ചെറിയ പൂന്തോട്ടമുണ്ട്. ചെറിയ പൂന്തോട്ടം. പിന്നെ നേരത്തെ മുഹമ്മദ് ജാസിം അല്ലേ പറഞ്ഞത് ഇത് ബൈത്തി ജമീലും നേരത്തെ മനൂത്താണെന്ന്. അപ്പൊ നേരത്തെ മനൂത്തും നമുക്ക് മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ മനസ്സിലാവാനുള്ള ഒരു മാർഗമാണ് എന്ത്? ബൈത്തി മുബത്തദ ഖബറിന് എന്തുണ്ടാവും? ഈ ഹാദാ ബൈത്തി പറയുമ്പോ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇത് എന്റെ വീടാകുന്നു. ബൈത്തി ജമീലുൻ. ഇത് ഭംഗിയുള്ള, എന്റെ വീട് ഭംഗിയുള്ളതാകുന്നു. അങ്ങനെ ആകുന്നു എന്ന് അർത്ഥം ഉണ്ടാവും എന്ത്? മുബത്തദ ഖബർ അർത്ഥം പറയുമ്പോ. ബൈത്തി അമാമൽ മസ്ജിദി. എന്റെ വീട് പള്ളിയുടെ മുമ്പിലാകുന്നു. അങ്ങനെ നമുക്ക് മനസ്സിലായി. പക്ഷെ നേരത്തും മനൂത്തും മലയാളത്തിൽ അർത്ഥം പറയുമ്പോ അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ ഹദീഖത്തുൻ സ്വഗീറത്തുൻ എന്നുള്ളത് എന്താണ്? നേരത്തും മനൂത്തും ആണ്. അല്ല, മനൂത്തും നേരത്തും. അപ്പൊ അതിന് അർത്ഥം പറയുമ്പോ നമുക്ക് ഇങ്ങനെ കിട്ടുക, ചെറിയ പൂന്തോട്ടം. അല്ലാതെ പൂന്തോട്ടം ചെറിയതാകുന്നു എന്നല്ല. ചെറിയ പൂന്തോട്ടം അതിലുണ്ട്. ഫീഹി അതിലുണ്ട് എന്ത്? ഹദീഖത്തുൻ സ്വഗീറത്തുൻ. ചെറിയ പൂന്തോട്ടം. അവിടെ പൂന്തോട്ടം ചെറുതാകുന്നു എന്നല്ല അർത്ഥം വരുന്നത്, ചെറിയ പൂന്തോട്ടം എന്നാണ്. പക്ഷെ നമ്മൾ മുബ്തദ ഖബർ അർത്ഥം പറയുമ്പോ ഇത് എന്റെ വീട് ഭംഗിയുള്ളതാകുന്നു. ഇത് എന്റെ വീടാകുന്നു. എന്താണ്? ഹാദാ കലമുൻ. ഇത് എന്റെ പേനയാകുന്നു. അങ്ങനെ വരും. പക്ഷെ നേരത്തെ മനൂത്തും അർത്ഥം പറയുമ്പോൾ അഥവാ നാമവിശേഷണം അർത്ഥം പറയുമ്പോ അങ്ങനെ അർത്ഥം വരില്ല. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഫീഹി ഹദീഖത്തുൻ സ്വഗീറത്തുൻ. ചെറിയ പൂന്തോട്ടം. ഓക്കെ. ഇവിടെ നാഫിദത്തുൻ കബീറത്തുൻ. വലിയ ജനല്, വലിയ വിൻഡോ. മിർവഹത്തുൻ ജമീലത്തുൻ. മനോഹരമായിട്ടുള്ള ഫാൻ, മനോഹരമായ ഫാന്. അങ്ങനെയാണ് അർത്ഥം വരാം. ഓക്കെ. അതാണ് നാത്തും മനൂത്തും മനസ്സിലാക്കാനുള്ള മറ്റൊരു മാർഗം. അർത്ഥം പറയുമ്പോൾ നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് അർത്ഥങ്ങൾ മനസ്സിലാക്കണോ? ഓക്കെ. അപ്പൊ അത് നാത്തും മനൂത്തും. ഫീഹി അതിലുണ്ട് ഹദീഖത്തുൻ സ്വഗീറത്തുൻ. ചെറിയ പൂന്തോട്ടം. അത് നാത്തും മനൂത്തും ആണ് പറഞ്ഞത്. ഇനി അടുത്ത പറഞ്ഞോളി, അടുത്ത വായിച്ചോളി. ഹാദിഹി ഉർഫത്തി. ഹാദിഹി ഉർഫത്തി.
ഇതെന്താണ്? ഇത് എന്റെ വീട്, എന്റെ റൂം. റൂം. ഇതിന്റെ അതെന്താണ്? ആ സെന്റൻസ് റൂമാണ്. അത് ആദി എന്നുള്ളത് ആ മുബത്തത്, മുബത്തത്, പിന്നെ ഖബറ്, മുബത്തത്, ഖബർ. മുർഫതി വെരി ഗുഡ്. പിന്നെ ഫീഹ നാഫിദത്തുൻ കബീറത്തുൻ. അതെന്താ? അതിലുണ്ട് നാഫിദത്തുൻ കബീറത്തുൻ, വലിയ ജനല്. വലിയ ജനലുണ്ട് അതില്. അപ്പൊ അതില്. അതെന്തായിട്ടാ വരാം? അത് നാത്ത് നഗത്ത്, നാത്ത്, മനുത്ത്. അനാത്തും മൻഊത്ത്. നാഫിദത്തുൻ അതായത് മൻഊത്ത് കബീറത്തുൻ. കഴിഞ്ഞിട്ട് എപ്പോഴും ഈ നാത്ത് ശ്രദ്ധിക്കേണ്ടത് മന്നൂത്തിന് രണ്ടിന് ഡിഫറൻസ് എന്താ? രണ്ടിന്റെ ഡിഫറൻസോ? രണ്ടിന്റെ ഡിഫറൻസ് ഇല്ലല്ലോ. രണ്ടും ഒരുമിച്ച് ഒരുപോലെ ആയിട്ട് വരണ്ട 4 കാര്യത്തില്. രണ്ടും ഒരുമിച്ചാണ്. ഓക്കെ. അത് രണ്ടും മൻഊത്തും നാത്തും ഒരുപോലെ ആയിരിക്കും നമ്മൾ കാണുമ്പോ. 4 കാര്യങ്ങളിൽ ഒരുപോലെ ആയിരിക്കണം. അതിൽ വ്യത്യാസം ഉണ്ടാവാൻ പറ്റില്ല. പിന്നെ വ്യത്യാസം ഉണ്ടാവുന്നത് ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നാമവിശേഷണത്തിന് അഡ്ജക്റ്റീവ് അഥവാ നാമവിശേഷണത്തിന് എന്താ പറയുക ഇംഗ്ലീഷിൽ? അഡ്ജക്റ്റീവിന് അഥവാ അവസാനം ആനോ എന്നുള്ളതിന് എന്ത് പറ്റൂല? തെൻവീന് പറ്റൂല. അതായത് കെസിൽ ആനോ, ജൗ ആനോ, ഇതൊക്കെ അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോ അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇതിന് എന്തുണ്ടാവില്ല? തെൻവീൻ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതിന് മാത്രമുള്ള വ്യത്യാസം. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഒരേപോലെ വരണം. അപ്പൊ മറ്റൊരു കാര്യം, മൻഊത്ത് കഴിഞ്ഞിട്ടാണ് എപ്പോഴും നകത്ത് വരാം. ആദ്യം മൻഊത്ത്, പിന്നെ ആയിരിക്കും നകത്ത് വരാം. ഓക്കെ. വൽ മിർവഹത്തുൻ ജമീലത്തുൻ. വമിർവഹത്തു ജമീലത്തുൻ. മിർവഹത്തുൻ ജമീലത്തുൻ മൻഊത്തുൻ നഅത്തുമാണ്. മിർഹവത്ത് എന്നുള്ളത് മൻഊത്തും ജമീലത്തും എന്നുള്ളത് നഅത്തുമാണ്. മിർവഹത്തിൻ മീനിങ് എന്തുട്ടാ മിസ്? ഫാന് ഫാൻ. മിർവഹത്തിന്റെ അർത്ഥം ഫാൻ. ഇനി അടുത്ത വായിച്ചോളി. ഹാദാ സരീറുൻ സരീരി വഹാദാ കുർസി. കുർസി വഹാദാ ഇത് മക്തബി. കട്ടിൽ, അത് കസേര. ഇതെന്റെ കട്ടിലാകുന്നു. ഇത് എന്റെ കട്ടിലാകുന്നു അർത്ഥം. ഇത് കട്ടിലാകുന്നല്ല. മുബത്തത് ഖബറ് സരീരി വഹാദ മുബത്തത് കുർസി. ഇതെന്റെ കുർസി ചെയറാകുന്നു. മക്തബി എന്റെ ടേബിൾ ആകുന്നു. ഇതെന്റെ ടേബിൾ ആകുന്നു. അപ്പൊ എന്താണ്? മുബത്തത് ആകുന്നു. മുബത്തത് ഖബർ. മുബത്തത് ഖബർ. ഹാദ എന്നുള്ളത് മുബത്തത്, മക്തബി എന്നുള്ളത് ഖബറും. അത് ഞാൻ നിങ്ങൾക്ക് ആകുന്നു എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് പറഞ്ഞതാട്ടോ. അല്ലാതെ നിങ്ങൾക്ക് സെന്റൻസ് വരുമ്പോ നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. മുബത്തത് ഏതാണ്, ഖബർ ഏതാണെന്ന് മനസ്സിലാവണം. അർത്ഥം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അർത്ഥം ആരും പറഞ്ഞില്ല, നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കണം. അപ്പം ഇനി അടുത്തത് അടുത്തൊന്ന് പറഞ്ഞോട്ടെ. സാഅത്തി വകലമി വകിതാബി അല മക്തബി. എന്റെ ഒന്നും കൂടെ വായിക്കോ? ഒരെണ്ണം വായിക്കട്ടെ. ഒന്നും കൂടി വായിക്കോ? സാഅത്തി വകലമി വകിതാബി അലൽ മക്തബി. അലൽ മക്തബി. സാഅത്തി എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? സാഅത്തി വാച്ച്. എന്റെ വാച്ചു, വകലമി എന്റെ പെണ്ണ്, വകിതാബി എന്റെ പുസ്തകം, അലൽ മക്തബി. അലൽ മക്തബി മേശയുടെ പുറത്താണ്. അപ്പൊ ഇവിടെ അലൽ മക്തബി കെസ്റ് വരാൻ കാരണം എന്താ? കെസ്റ് വരാൻ കാരണം എന്താണ്? അല വന്ന പ്രപ്പോസിഷൻ വന്നതുകൊണ്ടാണ് അടുത്തതിന് എന്ത് വന്നത്? കെസ്റ് വന്നത്. ഇനി അടുത്ത വായിച്ചോളി. വഹഖീബത്തി തഹ്തൽ മക്തബ്. വഹകീബത്തി തഹ്തൽ മക്തബി. വഹകീബത്തി പറഞ്ഞാൽ അടിയിലാണ് എന്റെ ടേബിളിന്റെ അടിയിലാണ്. അപ്പൊ ഹക്കീബത്തി എന്റെ ബാഗ് തഹ്തൽ മക്തബി. ഇവിടെ മക്തബിന് കസ്റ് വരാൻ കാരണം എന്താണ്? തഹ്ത എന്നുണ്ട്. തഹ്ത എന്നത് എന്താണ്? തഹ്ത എന്നുള്ളത് അടിയിലാണ്. ഇലാഫത്താണ്.
ആ ഇലാഫത്തിന്റെ എന്താണ് ഇന്ത്യയുടെ അർത്ഥം വരുന്നത്. അപ്പൊ എന്താണ് മേശയുടെ അടിയിൽ. അപ്പൊ അവിടെ ഇലാഫത്താണ്. അപ്പൊ അതിന് കെസറ്. അടുത്തത് നാഫിദത്തു ഉർഫത്തി മഫ്തൂഹത്തുൻ. നാഫിദത്തു ഉർഫത്തി മഫ്തൂഹത്തുൻ. അപ്പൊ ഇവിടെ എന്താണ് നാഫിദത്തു ഉർഫത്തി. എന്റെ റൂമിന്റെ അർത്ഥം എന്താണ്? റൂമിന്റെ ജനൽ. ഒരാൾ അർത്ഥം പറയാൻ എനിക്ക് മനസ്സിലാവണില്ലേ. നാഫിദത്തു ഉർഫത്തി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എന്റെ റൂമിന്റെ ജനൽ ജനല് എന്താണ് മഫ്തൂഹത്തുൻ. തുറക്കപ്പെട്ടതാണ്. ആ തുറക്കപ്പെട്ടതാകുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നാഫിദത്തു എന്നുള്ളത് എന്താണ്? നാഫിദത്തു എന്നുള്ളത് എന്താണ്? ജനൽ. ഗ്രാമറായിട്ട് ജനലാന്ന് എനിക്കറിയാം. ഗ്രാമറായിട്ട് പറയുമ്പോ എന്താണ്? നൗണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്. റൂമിന്റെ ജനൽ. അതല്ല ഗ്രാമറായിട്ട് അത് നയത്താണോ മനൂത്താണോ മുബത്തതാണോ ഹബറാണോ അങ്ങനെ മുബത്തദ. മുബത്തത്. എന്തുകൊണ്ട് മുബത്തതായി? മുബത്തതായി എന്തുകൊണ്ടാ? അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കി ഒന്നും കൂടി. ശരിയാണ്, നിങ്ങൾ മുബത്തത പറഞ്ഞ ശരിയാണ്. അപ്പൊ നിങ്ങളൊന്ന് അതിന്റെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞു നോക്കി. നാഫിദത്തു ഉർഫത്തി മഫ്തൂഹത്തുൻ. ഞാൻ പറഞ്ഞു മുബത്തതിന് എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞിരിക്കണേ. അൽവ. അല്ല വേണോ? അല്ല ഇല്ലാത്തത് ഏതിനാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില്. ഒരു ഇസ്മാണെങ്കിൽ അതായത് മുഹമ്മദ് അതായത് പ്രോപ്പർ നൗൺ വരുമ്പോ അല്ല വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നാഫിദത്ത് എന്നുള്ളത് എന്താണ്? ഒരു പ്രോപ്പർ നൗൺ അല്ല. അപ്പൊ അവിടെ എന്തുകൊണ്ട് അല്ല് വന്നില്ല? നേരത്തെ ബൈത്തി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ മുത്തക്കല്ലിമിന്റെ യാ വന്നതുകൊണ്ട് അല്ല് വന്നില്ല. ഇവിടെ എന്തുകൊണ്ട് അല്ല് വന്നില്ല? ലാഫായതുകൊണ്ട്. മുലാഫ് ആയതുകൊണ്ട്. വെരി ഗുഡ്. അപ്പൊ എന്താണ് ഇവിടെ അർത്ഥം എന്താണ്? നാഫിദത്തു ഉർഫത്തി എന്റെ റൂമിന്റെ ജനല്. അപ്പൊ ഇവിടെ എന്താണ്? മുലാഫായി എന്റെ റൂമിന്റെ ജനലിനാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? നാഫിദത്ത് എന്നുള്ളത് എന്താണ്? മുബത്തതും ആണോ അതിന്റെ കൂടെ എന്താണ്? മുദാഫത്തും. മുലാഫത്തല്ല മുലാഫാണ്. നാഫിദത്ത് മുബത്തതാണ്. പക്ഷെ അത് കൂടാതെ എന്താണ്? മുലാഫും കൂടിയാണ്. അതിന്റെ മുലാഫ് ഇലഹിയാണ് എന്ത്? ഉർഫത്തി എന്നുള്ളത്. എന്റെ റൂമിന്റെ ജനല്. അപ്പൊ ഇവിടെ എന്താണ്? അതാണ് അതിന്റെ മുലാഫ് ഇലഹി. അപ്പൊ മഫ്തൂഹത്ത് എന്നുള്ളത് എന്താണ്? ക്ലിയർ ആയില്ലത്. ഇവിടെ ഞാൻ പറഞ്ഞ എന്ത്? നാഫിലത്ത് എന്നുള്ളത് മുലാഫാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അത് മുലാഫായി? അർത്ഥം നമുക്ക് പറയുമ്പോ മനസ്സിലാവേണ്ടത് നാഫിദത്ത് ഉർഫത്തി. നമ്മൾ പറഞ്ഞു മുലാഫിലേക്ക് ഇന്ത്യയുടെ അർത്ഥം കിട്ടണം. അപ്പൊ ഇവിടെ എന്താണ്? എന്റെ റൂമിന്റെ ജനലാണ്. എന്റെ റൂമിന്റെ ജനല് എന്താകുന്നു? മഫ്തൂഹത്ത് തുറക്കപ്പെട്ടതാകുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് മുബത്തതാണ്, ശരിയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ മുബത്തതിന് അല്ല് വന്നില്ല? കാരണം എന്താണ്? മുലാഫും കൂടിയാണ്. മുബത്തതവും അതിന്റെ കൂടെ എന്തും കൂടിയാണ്? മുലാഫും കൂടിയാണ്. മുലാഫിന് നമ്മൾ എന്ത് പറ്റൂല? മുലാഫിന് എന്ത് പറ്റൂല എന്ന് പറഞ്ഞു? അല്ല് പറ്റൂല. അതുകൊണ്ടാണ് ഇവിടെ അല്ല് വരാത്തത്. അപ്പം ഇവിടെ മുബത്തതിന് അല്ല് ഇല്ലാത്തത് എന്താണ്? ഇത് മുലാഫ് ആയതുകൊണ്ടാണ്. അതിനെ മുലാഫ് ഇലഹിയാണ് ഉർഫത്ത്. അപ്പൊ മഫ്തൂഹത്ത് എന്നുള്ളത് എന്താവും? നഅത്തോ? തുറക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ നഅത്താണെന്ന്. അപ്പൊ അതിന്റെ മൻഊത്ത് ഏതാണ്? അഥവാ ഈ നഅത്ത് എന്തിനാണ് വിശേഷിക്കപ്പെട്ടത് ഇവിടെ? നിങ്ങൾ പറഞ്ഞു മഫ്തൂഹത്ത് എന്നുള്ളത് നഅത്താണെന്ന്, വിശേഷണാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്തിനാണ്? നാഫിദത്താണ് അതിന്റെ മൻഊത്ത്. ഞാൻ ചോദിക്കാട്ടോ. ഒരാൾ പറഞ്ഞു നാഫിദത്താണ്, ഒരാൾ പറഞ്ഞു ഉർഫത്താണ്. അപ്പൊ ഉർഫത്ത് എന്താ? കാരണം എന്താണ്? ജനല് തുറക്കപ്പെട്ടത്. ഞാനും നഅത്തും മൻഊത്തിന് അർത്ഥം പറയുമ്പോൾ അത് എന്തായിട്ട് വരുന്നു? നാഫിദത്താണ്. സെയിം ആവണം. സെയിം അല്ല, അത് ഡിഫറെന്റ് ആണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് നാഫിദത്താണ് നിങ്ങൾ പറഞ്ഞേ. അപ്പൊ മഫ്തൂഹത്ത് എന്നുള്ളതിന്റെ മൻഊത്താണ് നാഫിദത്ത് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ കാരണം എന്താണ് വരാനുള്ള? എന്നാല് ഞാൻ നിങ്ങളെ വെറുതെ ഇതാക്കാൻ ചോദിക്കല്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. തെറ്റ് പറയുമ്പോ തിരുത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ നാഫിദത്ത് എന്താണ് മൻഊത്താവാൻ കാരണം? ജനല് തുറക്കപ്പെട്ടത്. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞിരിക്കുന്നു? ഈ നാഫിദത്ത് എന്നുള്ളത് ശരിക്കും എന്താണ്? മുബത്തതാണ്. ശരിക്കും ഇതിന് അല്ലില്ലേ? എന്തുകൊണ്ടാണ് അല്ലില്ലാത്തത്?
മുവഫാണ്. അപ്പൊ ഇവിടെ അല്ല് വരുന്നത് മഫ്തൂഹത്ത് എന്നുള്ളതിന് അല്ല് വരുന്നത്. ഇത് നിങ്ങൾ പറഞ്ഞ നാഫിദത്തിന്റെ ഇതാണ് എന്നുള്ളത്. അപ്പൊ ഇതിന് അല്ല് വരണ്ടേ? ഈ നാഫിദത്ത് എന്നുള്ളതിന്റെ മുബത്തദയുടെ ഖബറാണ് എന്ത് മഫ്തൂഹത്ത് എന്നുള്ളത്. എന്റെ റൂമിന്റെ ജനല് തുറക്കപ്പെട്ടതാകുന്നു. ഓക്കെ, ഈ നാഫിദത്ത് എന്നുള്ളതിന്റെ നാഫിദത്ത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞത് മുബത്തദ ആണെന്ന് പറഞ്ഞില്ല. നിങ്ങൾ തന്നെ പറഞ്ഞത് മുബത്തദ ആണ് എന്നുള്ളത്. അതിന്റെ കൂടുതൽ എന്തും കൂടിയാണ് മുലാഫും കൂടിയാണ്. അപ്പൊ എന്താണ് ഈ മുബത്തദയുടെ ഖബറാണ് എന്ത് മഫ്തൂഹത്ത് എന്നുള്ളത്. അതായത് എന്റെ ജനൽ എന്താകുന്നു തുറക്കപ്പെട്ടതാകുന്നു. പിന്നെ ഞാൻ പറഞ്ഞ നാത്തും മനൂത്തും അർത്ഥം പറയുമ്പോ എന്താണ്, ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ഇത് നാത്താണെങ്കിൽ തുറക്കപ്പെട്ട ജനലിന് അർത്ഥം പറയാണ്, തുറക്കപ്പെട്ട ജനൽ. ഓക്കെ, പിന്നെ നാത്തും മനൂത്തും ഒരുമിച്ച് വരണം. അപ്പൊ ഓക്കെ, മനസ്സിലായ ഡിഫറൻസ്? ഖബറും അല്ലെ? ഒന്ന് ജസ്റ്റ് നോക്കിട്ടോ. മനസ്സിലാക്കിനോ? അത് ഡിഫറൻസ് മനസ്സിലായോ? ഈ നാഫിദത്ത് എന്നുള്ളതിന്റെ മുബത്തദയുടെ ഖബറാണ് എന്ത് മഫ്തൂഹത്ത് എന്നുള്ളത്. നാഫിദത്ത് എന്നുള്ളത് മുബത്തദ ആണ്, അതിന്റെ കൂടെ എന്തും കൂടിയാണ് മുലാഫും കൂടിയാണ് എന്ത്, അതിനെ മുലാഫ് ഇലൈഹി ആണ് എന്ത് ഉർഫത്ത് എന്നുള്ളത്. ഈ നാഫിദത്ത് എന്നുള്ളതിന്റെ ഖബറാണ് എന്ത് മഫ്തൂഹത്ത് എന്നുള്ളത്. ഇനി അടുത്തത് ഹാദിഹി ഉർഫത്തു അഹി. പറഞ്ഞോളി, അർത്ഥം പറഞ്ഞോളി. ഇത് സഹോദരന്റെ ഇതെന്റെ സഹോദരന്റെ ഇത് റൂമാണ്. എന്റെ സഹോദരന്റെ റൂം ആകുന്നു. അപ്പൊ ഹാദിഹി എന്നുള്ളത് എന്താണ്? മുബത്തദ. ഉർഫത്ത് എന്നുള്ളത് ഖബറും. ഖബറ്. ഖബറും കൂടാതെ അത് എന്തും കൂടിയാണ് മുലാഫും കൂടിയാണ്. മുലാഫ് ഇലൈഹി അല്ല മുലാഫ്. അർത്ഥങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയുമ്പോ ഹാദിഹി ഉർഫത്തു അഹി, ഇത് എന്റെ സഹോദരന്റെ റൂം ആകുന്നു. അപ്പൊ ഇവിടെ എന്റെ സഹോദരന്റെ റൂം ആകുന്നു. അപ്പൊ ഹാദിഹി എന്നുള്ളത് എന്താണ് മുബത്തദ ആണ്, അതിന്റെ ഖബറാണ് എന്ത് ഉർഫത്ത് എന്നുള്ളത്. ഉർഫത്ത് എന്നുള്ളത് ഖബറും കൂടാതെ എന്തും കൂടിയാണ് അഹി എന്നതിന്റെ മുലാഫാണ്. അതുകൊണ്ടാണ് ഇവിടെ ഖബറിന് എന്ത് വേണം? ഖബറിന് എന്ത് വേണം? തെൻവീന് വേണം. ഇവിടെ എന്തുകൊണ്ട് തെൻവീൻ ഇല്ലാത്തത്? എന്റെ അല്ല, ഉർഫത്ത് എന്നുള്ളത് എന്താണ്? ഖബറാണ്. ഖബറിന് തെൻവീന് വേണം, വേണ്ടേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വേണമെന്ന് പറഞ്ഞില്ലേനോ? എന്തുകൊണ്ട് അവിടെ തെൻവീൻ ഇല്ലാത്തത്? മുലാഫിന് എന്ത് പറ്റൂല? തെൻവീന് പറ്റൂല. അല്ലും പറ്റൂല, തെൻവീനും പറ്റൂല. അപ്പൊ ഇവിടെ എന്താണ്? മുലാഫ് ആയതുകൊണ്ട് എന്തില്ല? തെൻവീന് ഇല്ല. അപ്പൊ അതിന്റേതാണ് എന്ത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾ സെന്റൻസ് നല്ലോണം നോക്കി പറയുന്നതിന് മുമ്പ് കേട്ടോ. ഹാദിഹി ഉർഫത്തു അഹി, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് കൊടുത്തത്. ഹാദിഹി ഉർഫത്തു അഹി, ഇത് എന്റെ സഹോദരന്റെ റൂം ആകുന്നു. അപ്പൊ ഈ ഉർഫത്ത് എന്നുള്ളത് എന്താണ്? ഖബറുമാണ്, അത് കൂടാതെ എന്താണ്? മുലാഫും കൂടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ തെൻവീന് കൊടുക്കാഞ്ഞത്. അഹി എന്നുള്ളത് എന്താണ്? മുലാഫ് ഇലൈഹി. ഓക്കെ, അടുത്തത് വതിൽക ഉർഫത്തു ഉഖ്തി. വതിൽക ഉർഫത്തു ആ റൂം എന്റെ സഹോദരിയുടേതാണ്. സഹോദരിയുടേതാകുന്നു. വതിൽക ഉർഫത്തു ഉഖ്തി,
ആ റൂം അത് എന്റെ സഹോദരിയുടെ റൂം ആകുന്നു. അപ്പൊ തിൽക്ക എന്നുള്ളത് എന്താണ്? മുബത്തത്. അതിന്റെ ഖബറാണ് എന്ത്? ഉർഫത്ത് എന്നുള്ളത്. ഉഹ്തി ഖബറും കൂടാതെ എന്തും കൂടിയാണ് ഉർഫത്ത് എന്നുള്ളത്? മുലാഫും മുലാഫാണ്. ആ മുലാഫിന്റെ എന്താണ്? മുലാഫ് ഇലൈഹിയാണ് എന്ത്? ഉഹ്തി. എന്റെ സഹോദരിയുടെ ഉഹ്തി. റൂം ആകുന്നു അത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എത്രാമത്തെ ചാപ്റ്റർ? 11th ചാപ്റ്റർ അല്ല, 10th ചാപ്റ്റർ വരെയുള്ള ഇതിന്റെ റീവിഷൻ ചാപ്റ്റർ ആണിത്. അപ്പൊ ഇതിലെല്ലാം ഇൻക്ലൂഡ് ഉണ്ട്. അപ്പൊ നിങ്ങള് നല്ലോണം സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെ നല്ലോണം നോക്കാം. ഉറുഫത്തു അഹി കെബീറത്തുൻ. ഇതിനർത്ഥം ഒരാൾ പറഞ്ഞേരി. ഉറുഫത്തു അഹി എന്റെ റൂം എന്റെ സഹോദരന്റെ റൂം വലുതാണ്. വലുതാകുന്നു. ഇനി അത് പറഞ്ഞേരി. ഉറുഫത്ത് എന്നുള്ളത് എന്താണ്? മുബത്ത് മുബത്തത്. പിന്നെ കബീറത്തുൻ എന്റെ ഖബർ. ഉറുഫത്ത് എന്നുള്ളത് മുബത്തത മാത്രാണോ? ഞാൻ അത്രയും നേരം ഇപ്പൊ എന്താ പറഞ്ഞത്? മുലാഫാണ്. മുലാഫുണ്ട്. അതിന്റെ അഹി എന്നുള്ളതോ? മുലാഫ് മുലാഫ് ഇലൈഹി. കെബീറത്ത് എന്നുള്ളതോ? ഖബർ. ഖബറ്. ഖബറ്. ഉർഫത്ത് എന്നുള്ളതിന്റെ ഖബറാണെന്ന് കെബീറത്തുൻ. ഇത് അല്ല, എന്റെ സഹോദരന്റെ റൂം വലുതാകുന്നു. ഇനി അടുത്ത സെന്റൻസ്. ഉർഫത്തു ഉഖ്തി ഉർഫത്തു ഉഖ്തി സഗീറത്തുൻ. എന്റെ സഹോദരിയുടെ റൂം ചെറുതാകുന്നു. അപ്പൊ ഉർഫത്ത് എന്നുള്ളത് എന്താണ്? മുബത്തത്. അതും കൂടാതെ എന്താണ്? മുലാഫും കൂടിയാണ്. അതിന്റെ മുലാഫ് ഇലൈഹിയാണ് എന്ത്? ഉഖ്തി. സഗീറത്ത് എന്നുള്ളത് എന്താണ്? ഉർഫത്ത് എന്നുള്ളതിന്റെ ഖബറാണ് എന്ത്? സഗീറത്ത്. ഉർഫത്ത് എന്നുള്ളത് മുബത്തത് ആണ്. അത് കൂടാതെ എന്താണ്? മുലാഫും കൂടിയാണ്. അതിന്റെ ഖബറാണ് എന്ത്? സഗീറത്തുൻ, ചെറുത് എന്നുള്ളത്. ഇനി അടുത്ത സെന്റൻസ് വായിച്ചോളി. ഉറുഫത്ത് അഹി ഉർഫത്തു അഖി അമാമ ഉറുഫത്തി ഉറുഫത്ത് അഹി അമാമ ഉഖ്തി അമാമൽ ഉർഫത്തു മത്ബഹി അമാമ ഉർഫത്തി ഉർഫത്തു അഖി അമാമ മസ്തബി മത്ബഹി ഉർഫത്തു അഹി എന്റെ സഹോദരന്റെ റൂം. അമാമ ഉർഫത്ത്. എന്റെ റൂമിന്റെ ഫ്രണ്ടിലാകുന്നു എന്റെ സഹോദരന്റെ റൂം. അപ്പൊ ഇത് സ്ട്രക്ചർ എങ്ങനെ മനസ്സിലായില്ല? ഉർഫത്ത് എന്നുള്ളത് എന്താണ്? മുബത്തത്. മുലാഫും കൂടിയാണ്. മുലാഫ്. അഹി എന്നുള്ളതോ? മുലാഫിലെ ഇലൈഹി. മുലാഫ് ഇലൈഹി. അമാമ ഉർഫത്തി എന്നുള്ള സെന്റൻസ് എന്താണ്? ഖബർ. ഖബറ്. ഉർഫത്ത് എന്നുള്ളതിന്റെ ഖബറാണത് അമാമ ഉർഫത്തി എന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ അടുത്ത സെന്റൻസ്. ഉർഫത്തു ഉഖ്തി എന്റെ സഹോദരിയുടെ റൂം അമാമൽ മത്ബഹി കിച്ചന്റെ മുമ്പിലാകുന്നു. കിച്ചന്റെ മുമ്പിൽ. മത്ബഹ് പറഞ്ഞ കിച്ചൺ. അപ്പൊ ഉർഫത്ത് എന്നുള്ളത് മുബത്തത് ആണ്. അത് കൂടാതെ ഇത് മുലാഫും കൂടിയാണ്. അതിന്റെ മുലാഫ് ഇലൈഹിയാണ് ഇത് ഉഖ്തി എന്നുള്ളത്. ഉർഫത്ത് എന്നുള്ളതിന്റെ ഉർഫത്ത് എന്നുള്ള മുബത്തതിന്റെ ഖബറാണ് എന്ത്? അമാമൽ മത്ബഹി എന്നുള്ളത്. ആ സെന്റൻസ് ഇതിന്റെ ഖബറാണ്. ഇനി അടുത്തത്. ഇത് എക്സാമിനൊക്കെ എങ്ങനെ വരിക? എക്സാമിനോ? എക്സാമിന് നിങ്ങൾക്ക് നകത്ത് കൊടുക്കും. നിങ്ങൾ അതിന്റെ മനൂത്ത് കൊടുക്കും, അല്ലെങ്കിൽ അതിന്റെ നകത്ത് എഴുതണം, അല്ലെങ്കിൽ മനൂത്ത് കൊടുക്കും, അതിന്റെ നകത്ത് എഴുതണം. മുബത്തത് കൊടുക്കും, അതിന്റെ ഖബർ എഴുതണം. നിങ്ങളിപ്പോ എക്സാമിനെ പറ്റിയിട്ടൊന്ന് ആലോചിക്കണം. എക്സാം ഒക്കെ ഈസി ആയിരിക്കും നിങ്ങൾക്ക്. ഇത് കഴിയുമ്പോഴത്തേനും ഈസി ആയിരിക്കും. എക്സാം ഒന്നും അത്ര ടഫ് ഒന്നും ആയിരിക്കില്ല. ഇനി അടുത്തത് ലീ അഹുൻ വാഹിദുൻ. അപ്പൊ ഇവിടെ ലീ എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? അതിനർത്ഥം പറഞ്ഞത് ലീ അഹുൻ വാഹിദുൻ. ലീ എനിക്കുണ്ട്. അഹുൻ സഹോദരൻ. വാഹിദുൻ ഒരു സഹോദരൻ. എനിക്കും ഒരു സഹോദരനുണ്ട്. ഉസാമ. അതവിടെ നിൽക്കട്ടെ. ലീ അഹുൻ വാഹിദുൻ. ലീ അഹുൻ വാഹിദുൻ അല്ല സെന്റൻസ്. എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യ വന്നില്ല? ഇന്ത്യ എന്നുള്ളതിന്റെ ലീ എന്നുള്ളതിന്റെ ഒരേ സെയിം മീനിങ് ആണ്. എനിക്കുണ്ട് എന്നാണ്. എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യ എന്തുകൊണ്ട് ഇന്ത്യ ഉപയോഗിച്ചില്ല? മനുഷ്യ. പറഞ്ഞോളി. അത് ശരിയാണ്. റിലേഷൻഷിപ്പ് വരുമ്പോ ലീ വരും. ഹിന്ദി എന്ന് പറയുമ്പോ റിലേഷൻഷിപ്പ് ആവില്ല.
റിലേഷൻഷിപ്പ് പോലെ അതായത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന്റെ കൂടെയാണ് എന്ത് ഉപയോഗിക്കുക ഇന്ത്യന്ന് ഉപയോഗിക്കുക. അതായത് ഇന്ത്യ കലമുൻ അതെന്താണ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. അപ്പൊ ഇന്ത്യ ചെയ്യാറത്ത് എന്റെ അടുത്ത് കാറുണ്ട്, നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇന്ത്യ അഹുൻ എന്ന് പറയാൻ പറ്റൂല. എന്റെ അടുക്കൽ സഹോദരനുണ്ട് പറയാൻ പറ്റൂല. കാരണം എന്താണ്, ഇന്ത്യ എന്നുള്ളത് എന്താണ്, അല്ലെ അഹുൻ എന്നുള്ളത് എന്താണ്, ഒരു റിലേഷൻ ആണ്. പിന്നെ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ലീ എന്നുള്ളത് എന്താണ്, റിലേഷൻസ് അഥവാ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കൂടെ ഉപയോഗിക്കാം. ഇന്ത്യ എന്നുള്ളതോ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന്റെ കൂടാണ് ഉപയോഗിക്കുക. അപ്പൊ ലീ അഹുൻ വാഹിദുൻ, എനിക്കുണ്ട് എന്ത്, ഒരു സഹോദരൻ. അപ്പൊ ഇവിടെ അഹുൻ വാഹിദ് എന്നുള്ളത് എന്താണ്, അഹുൻ വാഹിദ് എന്നുള്ളത് എന്താണ്, ഞാൻ സെന്റൻസ് നല്ലോണം നോക്കി. അഹുൻ വാഹിദ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു സഹോദരൻ. എനിക്ക് ഒരു സഹോദരൻ. സഹോദരനുണ്ട്. അപ്പൊ ഒരു സഹോദരൻ. ഞാൻ ചോദിക്കുന്ന അഹുൻ വാഹിദിന് മാത്രമാണ് ഒരു സഹോദരൻ. അപ്പൊ അതെന്തായിരിക്കും, ഒരു സഹോദരൻ. ഒരു സഹോദരൻ. മുബത്തത് ഖബറല്ലേ? മുബത്തതാണ്. ഒരു മുബത്തത്. മിനിറ്റ്. ഒരാള് പറഞ്ഞു മുലാഫി ലേഹിയാണ്. എന്തുകൊണ്ടാണ് മുലാഫി ലേഹിയായി? അതൊക്കെ ഒരു മിനിറ്റ്. ഒരാള് മുലാഫി ലേഹി പറയാം. എന്തുകൊണ്ട് അത് മുലാഫി ലേഹിയായി? അത് മറ്റേ ബുദ്ധിയുള്ളത് അതല്ലേ? ഇതില് ബുദ്ധിക്കുറവൊന്നും ഇല്ല. എന്തുകൊണ്ട് അത് മുലാഫി ലേഹി? ഞാൻ മുലാഫിലേക്കില്ല ബുദ്ധിന്റെ എന്ത് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. മുലാഫ് ഇലേഹി ആവുമ്പോ ഇന്ത്യയുടെ അർത്ഥം കിട്ടണം. അതായത് മുഹമ്മദിന്റെ പേന, അങ്ങനെ ഇന്ത്യയുടെ അർത്ഥം കിട്ടണം. ഇവിടെ ഒരു സഹോദരൻ എന്നുള്ളതിന് അങ്ങനെ അർത്ഥം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ അത് തെറ്റ്. ഇനി ഒരാള് പറഞ്ഞു മുബത്തദോ ഖബറോ ആണെന്ന്. അപ്പൊ ഇത് എന്തുകൊണ്ട് മുബത്തദോ ഖബറോ ആയി? അഹുൻ വാഹിദ് എന്നുള്ളത് മുബത്തദോ ഖബറോ ആണെന്ന് പറഞ്ഞ എന്തുകൊണ്ട് മുബത്തദോ ഖബറോ ആയി? ഒന്നാമത്തത് മുബത്തദിന് എന്ത് വേണം, അല്ല് വേണം. പിന്നെ ഇതിന് അതില്ല. അപ്പൊ അതെന്തായാലും മുബത്തദോ ഖബറോ അല്ല. പിന്നെ ഞാൻ പറഞ്ഞ മുബത്തദ് ഖബറിന്റെ അർത്ഥം കിട്ടുമ്പോ ആകുന്നു എന്നുള്ള അർത്ഥം കിട്ടണം. ഇവിടെ എന്താണ്, ഒരു സഹോദരൻ എന്നാണ് അർത്ഥം. ഇനി ആരാണ് ഇവിടെ നഅത്തും മൻഊത്തും പറഞ്ഞത്? അല്ലേന്നോ? അതാരാ അല്ലാന്ന് പറഞ്ഞ നഅത്തും മൻഊത്തും അല്ലാന്ന്? നഅത്തും മൻഊത്തും അല്ലാന്ന് പറഞ്ഞ ആരാ? ആണ്. ആണ്. അതിപ്പോ എങ്ങനെ മനസ്സിലായി? ആണെന്നുള്ളത് ഇപ്പൊ എന്നെ മനസ്സിലായി. ഒരു ഏക സഹോദരൻ. ഞാൻ നിങ്ങളോട് നേരത്തെ എന്താ പറഞ്ഞത്, നമുക്ക് നഅത്തും മൻഊത്തും അർത്ഥം കിട്ടുമ്പോ നാല് എന്താ പറയുക, കാര്യങ്ങളിൽ നാല് കാര്യങ്ങളിൽ യോജിച്ച് തന്നെ. അപ്പൊ നിങ്ങൾ നോക്കി, അത് ഞങ്ങളോട് സെന്റൻസ് നല്ലോണം ഫസ്റ്റ് നോക്കാൻ പറഞ്ഞത്. അപ്പൊ ഇത് 4 കാര്യത്തിൽ യോജിച്ച് വന്നോ ഇല്ലേ? അഹുൻ തൻവീനുണ്ട്. ഉണ്ട്. യോജിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ നഅത്തും മൻഊത്തും പറഞ്ഞില്ല? പിന്നെ ഞാൻ പറഞ്ഞ മുബത്തദോ ഖബറും പറയുമ്പോ ചെറിയ വീടാകുന്നു, എന്റെ വീടാകുന്നു, മുഹമ്മദിന്റെ പേനയാകുന്നു, അങ്ങനെ ആകുന്നു എന്നുള്ള അർത്ഥം കിട്ടുക. പിന്നെ ഞാൻ പറഞ്ഞ നഅത്തും മൻഊത്തും അർത്ഥം പറയുമ്പോൾ ചെറിയ വീട്, ചെറിയ പൂന്തോട്ടം, അങ്ങനെ ആക്കി. ഇവിടെ ഞാൻ എന്താ പറഞ്ഞ, ഒരു സഹോദരൻ, അങ്ങനെയല്ല പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല ഞാൻ അർത്ഥം പറഞ്ഞിട്ടോ? ഏതായാലും നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലായില്ല, അർത്ഥം പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ നമുക്ക് എന്ത് മനസ്സിലാവണം, 4 കാര്യത്തിൽ യോജിച്ച് വരണം. പിന്നെ എന്താണ്, ഞാൻ ഇവിടെ ഒരു സഹോദരൻ എനിക്കുണ്ട് എന്ത്, ഒരു സഹോദരൻ. അപ്പൊ അർത്ഥം പറഞ്ഞാലെങ്കിൽ കിട്ടും വിചാരിച്ചു, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം. ലീ അഹുൻ എന്നുള്ളത് എന്താണ്, മൻഊത്താണ്. വാഹിദ് എന്നുള്ളത് നഅത്ത്. എനിക്കൊരു സഹോദരനുണ്ട്. ഇസ്മുഹു, അവന്റെ പേര് ഉസാമയാണ് അവന്റെ പേര്. അപ്പൊ ഇവിടെ ഉസാമക്ക് എന്തുകൊണ്ട് ഇവിടെ തെൻവീന് വന്നില്ല? ഉസാമ എന്നുള്ളത് ഒരു ആണിന്റെ പേരല്ല. അങ്ങനെ അപ്പൊ ചില ആണിന്റെ പേര് അങ്ങനെ വരൂല. അതിൽ തൻവീൻ സ്വീകരിക്കില്ല. ആ ഉസാമ എന്നുള്ള തൻവീൻ എന്തുകൊണ്ട് തെൻവീനെ സ്വീകരിക്കൂല? ചില നാമങ്ങള് അങ്ങനെ സ്വീകരിക്കും. ചില നാമങ്ങൾക്ക് പറ്റൂല. അതെന്തുകൊണ്ട് ചില നാമങ്ങൾക്ക് പറ്റാത്തത്? ആ കാരണം ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ചില നാമങ്ങൾക്ക് പറ്റൂല? ആ താ വന്നിരിക്കുന്നത്. അതന്നെ. അവസാനം എന്തുണ്ട്, ചില
ആണുങ്ങളെ പേരിൽ എന്തുണ്ടാവും അവസാനം സ്ത്രീകളെ സൂചിപ്പിക്കുന്ന താ ഉണ്ടാവും അഥവാ താവ് മർബൂത്ത അല്ലെങ്കിൽ റൗണ്ട് താ ഉണ്ടാവും അഥവാ ഈ റൗണ്ട് താ എന്തിനെ സൂചിപ്പിക്കുന്നതാണ് സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ആ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന താ ചിലപ്പോ എന്ത് വരും ആണുങ്ങളെ പേരിലും വരും അപ്പൊ അങ്ങനെ ആണുങ്ങളെ പേരിൽ ആ താ വരുമ്പോ എന്ത് പറ്റൂല അതിന് തെൻവീന് പറ്റൂല. ഇനി അടുത്തത് വ ലി വ എന്നുള്ളത് ഇവിടെ എന്താണ് അർത്ഥം വ എന്നുള്ളത് ആൻഡ് 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 വ ലി എനിക്കുണ്ട് എന്ത് ഉഖ്തുൻ വാഹിദത്തുൻ ആനി പറഞ്ഞോളി. നാത്ത് മന്നൂത്ത് നാത്ത് മൻഊത്തും എനിക്കുണ്ട് എന്ത് ഉഖ്തുൻ വാഹിദത്തുൻ ഒരു സഹോദരി എനിക്കുണ്ട്. അപ്പൊ ഇവിടെ ഉഖ്തു എന്നുള്ളത് എന്താണ് സ്ത്രീലിംഗം ആയതുകൊണ്ട് വാഹിദത്തു എന്നുള്ളത് എന്തായി സ്ത്രീലിംഗായി അല്ലേ. ഏകവചനാണ് ഇതും ഏകവചനാണ് ഇതിനും എന്തുണ്ട് തെൻവീനാണ് ഇതും തെൻവീനാണ് ഇത് ഇൻഡെഫിനിറ്റ് ആണ് ഇതും ഇൻഡെഫിനിറ്റ് ആണ്. എനിക്ക് ഒരു സഹോദരി ഉണ്ട്. ഇസ്മുഹ അവളുടെ പേര് സുആദു അവിടെ എന്തുകൊണ്ട് തെൻവീന് വരാത്തത് നമ്മള് പറഞ്ഞ് ഇസ്മിന് തെൻവീന് വരണോന്ന് അതായത് പ്രോപ്പർ നൗണിൽ തെൻവീന് വേണം പറഞ്ഞു ഇതിനെന്തുകൊണ്ട് തെൻവീന് വന്നില്ല. സ്ത്രീകളുടെ പേരിന് സ്ത്രീകളുടെ പേരിന് എന്ത് പറ്റൂല തെൻവീന് പറ്റൂല. സുആദ് എന്നുള്ളത് എന്താണ് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആണുങ്ങളെ പേരായിട്ട് തോന്നും പക്ഷെ സുആദ് എന്നുള്ളത് ആരുടെ പേരാണ് സ്ത്രീകളെ പേരാണ് അപ്പൊ അതിനോണ്ട് എന്ത് വരില്ല തെൻവീന് ഉണ്ടാവില്ല. പിന്നെ അബി വ ഉമ്മി എന്റെ ഉപ്പയും ഉമ്മയും ഫി തിൽക്കൽ തിൽക്കൽ ഉർഫത്തിൽ കബീറത്തി അർത്ഥം എന്താണ് എന്റെ ഉമ്മയും വാപ്പയും ആ വലിയ റൂമിലാണ് ആ വലിയ റൂമിലാകുന്നു എന്റെ ഉമ്മയും ഉപ്പയും. അപ്പൊ ഇവിടെ എന്താണ് അബി ഇവിടെ ഉർഫത്തിക്ക് എന്തുകൊണ്ട് അത് വന്നത് കസറ് വന്നത് ഫി വന്നതിനോട് കസറ് വന്ന് കബീറത്ത് എന്നുള്ളതിന് എന്തുകൊണ്ടാ കസറ് വന്നത് നിങ്ങൾ പറഞ്ഞതാട്ടോ ഉർഫത്തി നിങ്ങൾ ഫി തിൽക്കൽ ഉർഫത്തി അൽ കബീറത്തി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഉർഫത്തി എന്നുള്ളതിന് ഫി വന്നതിനോണ്ട് കസറായി കബീറത്ത് എന്നുള്ളതിന് എന്തുകൊണ്ട് കസറായി പിന്നും മുലാഫ് മുലാഫിലേക്ക് പറയില്ലേ എന്താണ് ഇവിടെ അർത്ഥങ്ങൾ പറഞ്ഞത് എന്റെ ഉമ്മയും ഉപ്പയും ആ വലിയ റൂമിൽ വലിയ റൂം എന്നാണ് ആ വലിയ റൂമിലാകുന്നു എന്റെ ഉമ്മയും ഉപ്പയും. അപ്പൊ എന്താണ് ഉർഫത്ത് എന്നുള്ളതിന്റെ നകത്താണ് എന്ത് അൽ കബീറത്ത്. അപ്പൊ ഇവിടെ ഉർഫത്ത് എന്താണ് അല്ല് വന്നതിനോണ്ട് കബീറത്തിന് അല്ല് വന്നത് ഉർഫത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് കബീറത്തും സ്ത്രീലിംഗായി ഉർഫത്തിന്റെ അടയാള കസറ ആയതുകൊണ്ട് കബീറത്ത് എന്നുള്ളതിന് കസറായി വന്നത്. പിന്നെ ഇതെന്താണ് ഏകവചനാണ് സിംഗുലർ ആണ് ഇതും സിംഗുലർ ആണ്. അപ്പൊ അതിന്റെ 4 കാര്യത്തിലും യോജിച്ചു വന്നു. അപ്പൊ എന്താണ് ഉർഫത്തിന്റെ നകത്താണ് എന്ത് അൽ കബീറത്ത് എന്നുള്ളത്. ഓക്കെ അടുത്തത് അന ഉഹിബ്ബു അബീ വ ഉമ്മി അന ഉഹിബ്ബു അർത്ഥം എന്താ പറഞ്ഞോളി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്റെ ഉപ്പേനെയും ഉമ്മനെയും വ ഉഹിബ്ബു അഹി വ ഉഖ്തി സഹോദരനെ അപ്പൊ ഇവിടെ അബീ വ ഉമ്മി എന്തിന്റെ സ്ഥാനത്താ വന്നത് അബീ വ ഉമ്മി എന്തിന്റെ സ്ഥാനത്താ ഉഹിബ്ബു എന്നുള്ളത് എന്തൊക്കെ വന്നു ഉഹിബ്ബു എന്നുള്ളതിൽ എന്തൊക്കെ വന്നു ഞാൻ കർത്താവും ക്രിയയും കർത്താവും ക്രിയയും വന്നു. അപ്പൊ അതിന്റെ അടുത്തത് എന്തായിരിക്കും കർമ്മമായിരിക്കും. കർമ്മത്തിന് എന്ത് അടയാളം വേണം ഫത്തഹത്ത് വേണം. ഇവിടെ എന്തുകൊണ്ടാ ഫത്തഹത്ത് പ്രകടമായിട്ട് കാണാത്തത് മുത്തക്കല്ലിമിന്റെ യാ വന്നത് കൊണ്ട് അഥവാ മുത്തക്കല്ലിമിന്റെ യാ വന്നതുകൊണ്ട് അഥവാ ഫസ്റ്റ് പേഴ്സന്റെ യാ വന്നതിനോണ്ട് എന്ത് കാണൂല ആ ഫത്തഹത്ത് എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയൂല. ഇവിടെ ശരിക്കും അനാന്ന് വേണോ അന ഉഹിബ്ബു എന്നല്ല അപ്പൊ ഇവിടെ അനാന്നിന്റെ ആവശ്യമുണ്ട് ഇവിടെ വേണ്ടല്ലോ അന വേണ്ട അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കൊടുത്തു. ഇവിടെ നോക്കി ഇവിടെ ഉഹിബ്ബു എന്നല്ലല്ലോ ഇവിടെ അന ഇല്ലല്ലോ. അപ്പൊ ഉഹിബ്ബു എന്ന് മാത്രം പറഞ്ഞാല് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നായി അവിടെ അനാന്ന് ആവശ്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അനാന്ന് കൊടുത്തത്. അവിടെ ഉഹിബ്ബു എന്നുള്ളതിൽ തന്നെ എന്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു തന്നെ വന്ന് അപ്പൊ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് എന്താ പറയാ
ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഉഹിബുക്ക. ഉഹിബുക്ക അതൊരാണിനോട് പറയുമ്പോ ഉഹിബുക്ക, ഒരു പെണ്ണിനോട് പറയുമ്പോഴോ ബുക്കി. ഉഹിബുക്കി. ആ അഥവാ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഉഹിബുക്ക, ഒരു ആണിനോട് പറയുമ്പോ, ഒരു പെണ്ണിനോട് പറയുമ്പോ ഉഹിബുക്കി. അപ്പൊ അതിലുള്ള അവസാനത്തെ ലൊമീറാണ് എന്ത്? ആ ഉഹിബുക്ക എന്നുള്ളതിൽ അവസാനത്തെ കാഫാണ് എന്ത്? കർമ്മം. ഒബ്ജക്റ്റ് അഥവാ കർമ്മം. ഉഹിബു എന്നുള്ളത് ക്രിയയും കർത്താവും, അതിന്റെ അവസാനം വരുന്ന ലൊമീർ അഥവാ സർവനാമാണ് എന്ത്? ഒബ്ജക്റ്റ്. ഉഹിബുക്ക. ഉഹിബുഹു ഞാൻ അവനെ സ്നേഹിക്കുന്നു, അതിൽ അവസാനത്തെ ലൊമീറാണ് എന്ത്? ഒബ്ജക്റ്റ്. ഇതിൽ എന്റെ ഡൗട്ട് ഉണ്ട്, ചോദിച്ചോളി. ഇതൊരു റിവിഷൻ ചാപ്റ്റർ ആണ്, മനസ്സിലായിട്ടില്ല ഇപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. ഇനി മുബത്തതോ ഹബറും നഅത്ത് മൻഊത്ത് മനസ്സിലാവാത്തവരുണ്ട്, ചോദിക്കട്ടോ, മടിച്ചിരിക്കരുത്. മാം ഇതിന്റെ മലയാളം വേർഡ് എന്താ വരുന്നത്? മുബത്തദ് ഖബർ. ഏതിന്റെ? മുബത്തതോ മുബത്തദ് ഖബർ. മുബത്തത പറഞ്ഞാൽ ആരംഭം, ഖബർ പറഞ്ഞാല് ആ. ഇൻഫോർമേഷൻ. വിശേഷണല്ല, ഇൻഫോർമേഷൻ എന്താ പറയാ? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. പ്രെഡിക്കേറ്റീവ് അറിയാം. അല്ല നഅത്ത് മൻഊത്ത് അല്ല കേട്ടോ. മുബത്തത പറഞ്ഞ ആരംഭം, ഖബർ പറഞ്ഞാല് ഇൻഫോർമേഷൻ. മൻഊത്ത് പറഞ്ഞാല് വിശേഷിക്കപ്പെട്ടത്, നഅത്ത് പറഞ്ഞാല് വിശേഷണം. മൻഊത്ത് കഴിഞ്ഞിട്ട് എപ്പോഴും നഅത്ത് വരുള്ളൂ, അല്ലാതെ നഅത്ത് വന്നു കഴിഞ്ഞിട്ടല്ലേ മൻഊത്ത് വരാം. മൻഊത്ത് ആദ്യം വരും, പിന്നെ നഅത്ത് വരും. നമ്മൾ പറയുമ്പോ മൻഊത്ത് എന്ന് പറഞ്ഞാൽ നാമവിശേഷണല്ലേ? മൻഊത്ത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മൾ നോക്കി ഹദീഖത്തുൻ സ്വഈറത്തുൻ, ചെറിയ പൂന്തോട്ടം. ഈ ചെറുത് എന്നുള്ളത് എന്തിനെയാണ് ഇവിടെ വിശേഷിക്കപ്പെട്ടത്? ഹദീഖത്തിനെ. അപ്പൊ ഹദീഖത്താണ് എന്ത്? മൻഊത്ത് അഥവാ വിശേഷിക്കപ്പെട്ടത്. സ്വഈറത്ത് എന്നുള്ളതാണ് എന്തിനകത്ത് അഥവാ വിശേഷണം. ഈ വിശേഷണം ഉള്ളത് വിശേഷിക്കപ്പെട്ടത് ഹദീഖത്തിനാണ്. അപ്പൊ ഹദീഖത്ത് എന്നുള്ളതിനാണ് എന്ത്? വിശേഷിക്കപ്പെട്ടത് മൻഊത്ത്. ഒരേപോലെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നഅത്ത് മൻഊത്താണെന്നുള്ള തരത്തിൽ അങ്ങനെ എടുക്കാല്ലേ? ഒരേപോലെ ചിലപ്പോ എന്തുണ്ടാവും, മുബത്തദന് ചിലപ്പോ എന്തുണ്ടാവില്ല. നമ്മൾ പറഞ്ഞ മാതിരി ഇവിടെ ബൈത്തി ജമീലുന്നാണ്, അപ്പൊ ഇവിടെ ബൈത്തിന് അല്ലുണ്ടോ? ഇല്ല. അപ്പൊ അത് നഅത്ത് മൻഊത്താവോ? ഇല്ലല്ലോ. ഇവിടെ എന്തുകൊണ്ട് അല്ല് വരാത്തത്? ഇവിടെ ഈ മുത്തക്കല്ലിമിന്റെ യാ വന്നതുകൊണ്ടാണ് ഇവിടെ അല്ല് ഇല്ലാത്തത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ കണ്ടിട്ടാണെങ്കിൽ ആ നഅത്ത് മൻഊത്താണ്. പിന്നെ എന്തിനും ഉണ്ടാവില്ല? ഏതിനൊഴിച്ച്? ഏതിന് ഒഴിച്ച്? അതെത്ര? ഗസ്ലാനു ജൗആനു എന്നൊക്കെ വരുമ്പോ അതിനെന്തുണ്ടാവില്ല? തൻവീനുണ്ടാവില്ല. അതിനെന്തുണ്ടാവില്ല? തൻവീനുണ്ടാവും. ആ വാക്കുകൾ ഇവിടെ അതാ. ഗസ്ലാനോ ജൗആനോ അത്ഷാനോ ഒളുബാനോ മൽആനോ, ഇതൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ്. അഡ്ജക്റ്റീവ്സ് അഥവാ അവസാനം ആനു എന്നുള്ളത് ഇവിടെ കണ്ടില്ല. ഗസ്ലാനോ ആനു ജൗ ആനു, അവസാനം ആനു എന്നാണ് അവസാനം. ഇതൊന്നും എന്തിന് വരില്ല? തെൻവീൻ ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ മൻഊത്തിന് തെൻവീൻ ഉണ്ടാവും, പക്ഷെ ഇതിന് തെൻവീൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്ത്? ഇത് തെൻവീനോ അല്ല, മൻഊത്തിനകത്തല്ല എന്ന് വിചാരിക്കരുത്. ഇതിന് തെൻവീൻ ഇല്ലാത്ത കാരണം എന്താണ്? ഈ അഡ്ജക്റ്റീവ്സിന് എന്തുണ്ടാവില്ല? അവസാനം ആനെന്ന് വരുന്ന അഡ്ജക്റ്റീവ്സിന് തെൻവീനും ഉണ്ടാവില്ല. അത് ഒരു പൊതുവായിട്ടുള്ള നിയമമാണ്. ഇനി വേറെ എന്ത് ഡൗട്ട് ഉണ്ട് ഇതില്? മുലാഫിനിലയുടെ മലയാളം എന്തായിരുന്നു? മുലാഫിലിന്റെ മലയാളം ഏത് നാമത്തെയാണോ, ഏതിലേക്കാണോ ചേർക്കപ്പെടുന്നത്, ഏത് ഇസ്മിലേക്കാണോ ചേർക്കപ്പെടുന്നത്?
ഏതിലേക്കാണോ ചേർക്കുന്നത് അതാണ് മുലാഫ് ഇലൈഹി. മുലാഫ് പറഞ്ഞ ഏത് ഇസ്മാണോ ചേർക്കുന്നത് അപ്പൊ പറയുമ്പോ എന്റെ കൂടെ അതല്ലേ വരുന്നത്? ഇന്ത്യയുടെ അർത്ഥം വരുന്നത്. ആ, prepositions. ഇത് മനസ്സിലായി. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ മണ്ണ് മാതന്റെ അവസാനം എന്താണ്? ആ ഒന്നും കൂടി പറഞ്ഞ ചോദ്യം. മാത മാത പറഞ്ഞാൽ എന്താണ്? മാത എന്ത്? പാട്ട് എന്നുള്ള അർത്ഥം. മണ്ണ് എന്നുള്ളത് എന്താണ്? പൂവ്. ആര് ആ ഈ അപ്പൊ ഇതിന്റെ അവസാനം എന്താണ്? അവസാനത്തെ അടയാളം എന്താണ്? അവസാനത്തെ അടയാളം ലൊമ്മ ആയിട്ടൊന്നും ആലോചിക്കില്ല. ഞാൻ അതിന്റെ അവസാനം എന്താണ് ഭർത്താവ് മണ്ണെന്നുള്ളതിന്റെ അവസാനം എന്താണ്? മൻ. കുനെ മാതക്ക് ഫത്തഹല്ല. മാത കേട്ട് എന്തുണ്ട്? ഒരു നീട്ടാനുള്ള അലിഫുണ്ട്. അപ്പൊ അതിൽ സുക്കൂനിലാണ് അവസാനിക്കുന്നത്. മാത സുക്കൂനിലാണ് അവസാനം. കാരണം എന്താണ്? അതിന്റെ കഴിഞ്ഞിട്ട് ഒരു അലിഫുണ്ട് ഉച്ചരിക്കാതെ. അതിന് ശരിക്കും സുക്കൂനാണ്. അപ്പൊ എന്താണ്? മാതി മണ്ണിന്റെ അവസാനമൊക്കെ എന്താണ്? സുക്കൂനാണ്. നമ്മള് ഇതിന്റെ അവസാനം മാറോ? അതായത് ഇലാഫത്ത് വരുമ്പോ ഇതിന്റെ അവസാനം മാറോ? ഇപ്പൊ കിതാബു മൻ, ആരുടെ ബുക്ക്. അപ്പൊ അവിടെ എന്തായി? ആരുടെ ബുക്ക് ചോദിക്കുമ്പോ അവിടെ എന്തായി? ഇലാഫത്തായില്ലേ? ആ ഇലാഫത്തായില്ലേ? കിതാബ് എന്നുള്ളത് മുലാഫ്, അതിന്റെ മുലാഫ് ഇലേഹിയാണ് എന്ത്? മണ്ണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ മുലാഫ് ഇലേക്ക് എന്ത് വേണം? കെസറ് വരണം. അപ്പൊ മണ്ണിന് ഇവിടെ കെസറ് വന്നോ? കിതാബ് മണ്ണെന്നാണ്. ഞാൻ മനീന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ കെസറ് കൊടുക്കാത്തത്? അത് കെസറ് സ്വീകരിക്കില്ല. അതെന്നെ മന്നുള്ള കെസറിന് ഒരു അക്ഷരം അതിന്റെ അവസാനം എന്താണ്? സുക്കൂനാണ്. അത് എന്തെയില്ല, സ്ഥാനത്തിനനുസരിച്ച് എന്തെയില്ല, അതിന്റെ അവസാനം മാറൂല. അതേപോലെ തന്നെ മാതാ മൻ, അതിന്റെ അവസാനം സുക്കൂനാണ്. അത് എന്തെയില്ല, അതിന്റെ സ്ഥാനത്തിന് സെന്റൻസിലുള്ള അതിന്റെ സ്ട്രക്ചറിനനുസരിച്ച് എന്തെയില്ല, അതിന്റെ അവസാനത്തെ അടയാളം മാറില്ല. 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 വേറെ ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ടൈമായി. മുലാഫിലേക്ക് അർത്ഥം നോക്കി മാത്രമാണോ ഇന്ത്യ ഇവിടെ എന്നുള്ളത് വെച്ചുകൊണ്ട് മാത്രമാണോ തിരിച്ചറിയുന്നത്? ഇന്ത്യ യുടെ അർത്ഥം ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ അർത്ഥം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളിപ്പോ ഇനി ഒറ്റക്ക് വായിക്കുമ്പോ ആരെങ്കിലും അത് പറഞ്ഞുതരാം അവിടെ ഇന്ത്യയുടെ അർത്ഥം ഉണ്ട് എന്ന് പറയോ? നിങ്ങൾ ഒറ്റക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളോട് ആര് പറഞ്ഞുതരോ അവിടെ ഇന്ത്യയുടെ അർത്ഥം ഉണ്ട് എന്നുള്ളത്? നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് മനസ്സിലാക്കാൻ ഒന്നാമത്തെ ഒരു ഇതാണ് എന്ത്? മുലാഫിന് എന്തുണ്ടാവില്ല? അലിഫും ഉണ്ടാവില്ല, തെൻവീനും ഉണ്ടാവില്ല. മുലാഫിലേക്ക് എന്തായിരിക്കും? എപ്പോഴും കസറായിരിക്കും അടയാളം. മുലാഫിന്റെ സ്ഥാനത്തിനനുസരിച്ച് അഥവാ സെന്റൻസിന്റെ സ്ട്രക്ചറിനനുസരിച്ച് എന്തായോ അതിന്റെ അവസാനത്തെ അടയാളം മാറുന്നത് മുലാഫിന്. ഓക്കെ, മുലാഫിന് എന്തുണ്ടാവില്ല? അലിഫും ഉണ്ടാവില്ല, തെൻവീനും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആദ്യം മുതലേ പഠിച്ച നിയമമാണ് എന്ത്? അല്ലുണ്ടാവുമ്പോ തെൻവീൻ ഉണ്ടാവില്ല. അല്ലില്ലെങ്കിൽ തെൻവീന് വേണമെന്ന് പഠിച്ചതല്ലേ? ഒരു വേർഡിന് അല്ലില്ലെങ്കിൽ അതിന് തെൻവീന് വേണം, അല്ലുണ്ടെങ്കിൽ തെൻവീന് പറ്റൂല. അപ്പൊ മുലാഫിന് എന്തുണ്ട്? മുലാഫിന് അല്ലില്ല. പക്ഷെ അല്ലില്ല എന്ന് ചോദിച്ചിട്ട് അവിടെ തെൻവീന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തായാലും അത് സ്ഥാനം കൊണ്ട് എന്താണ്? ഡെഫിനിറ്റ് ആണ്. പക്ഷെ എന്തില്ല, അവിടെ തെൻവീന് സ്വീകരിക്കൂല മുലാഫിന്. ഒന്ന് അലിഫും ഉണ്ടാവില്ല, തെൻവീനും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ അടയാളം എന്താവും? സെന്റൻസിന്റെ സ്ട്രക്ചറിനനുസരിച്ച് എന്ത് ചെയ്യും? മുലാഫിന്റെ അവസാനത്തെ അടയാളം മാറിക്കൊണ്ട് നിൽക്കും. പക്ഷെ മുലാഫിലേക്ക് എപ്പോഴും എന്തായിരിക്കും അതിന്റെ അവസാനത്തെ അടയാളം? കെസറ് ആയിരിക്കും. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. മുലാഫി ഇലേഹിന്റെ അടയാളം കെസറായിരിക്കും. അതിനൊരു മാറ്റവും ഇല്ല. അതാണ് മുലാഫ് ഇലേഹി മനസ്സിലാക്കാനുള്ള മാർഗം.
ഓക്കെ ഓക്കെ. വേറെ ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നിർത്തല്ലേ? എന്നാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക. അഭിനന്ദിക്കു